നമ്മൾ വൈകുന്നേരം മണാലിക്ക് നമ്മൾ പോവുകയാണ്. മണാലിക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെള്ളവും കാര്യങ്ങളും എല്ലാം കൂടെ അവർ വണ്ടിക്കകത്ത് കുറ്റിയും എല്ലാം വണ്ടിക്കകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം കയറിക്കൊണ്ടിരിക്കുകയാണ്. ലഗേജ് എല്ലാവരുടെയും വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. നൂറ് പേര് ഇന്ന് ഒരുമിച്ചാണ് വിസിറ്റ്. ബാക്കിയുള്ള ദിവസം നമ്മൾ 50 2 ബാച്ചായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നും എല്ലാ 100 പേരും ഉണ്ട്. ഒന്നൂടെ ആ ആക്ച്വലി മണാലി എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ ഇങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ട്രിപ്പും ഈ വിസിറ്റും കാരണം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. പക്ഷെ ബസ്സിൽ കയറിയ പിന്നെ ചുമ്മാ വീഡിയോ വരുന്നതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് ട്രിപ്പാണ്. 4 വർഷമായി. ഇനി ഞങ്ങൾ അടിച്ചു പൊളിക്കും ഗൈസ്. നോക്കിക്കോ, നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ വെച്ചോ. ഇന്നുമായിട്ട് മണാലി യാത്രയെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? ഫുൾ സെറ്റാണ്. പിന്നെ അല്ല സ്റ്റെപ്പ് പോലെ സംസാരിച്ചോ ഹലോ ഹലോ ഹായ് കേക്കാവോ കേക്കാവോ? ശരണ്യ, എന്നുമായിട്ട് മണാലി യാത്രയെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? നല്ല യാത്രയായിരിക്കുമോ? രൂപ 100 ഗോൾഡുണ്ട്. രൂപ ഗൈസ്, നമ്മള് കുത്തപ്പിനാറിലോട്ട് പോവാണ്. സാറുണ്ട്. നമ്മുടെ ട്രാവൽ ഏജൻസിക്കാർ നമുക്ക് വന്നതാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടിക്കറ്റാൻ പോകുന്നു. നമ്മുടെ എല്ലായിടത്തും അവർ പിടിച്ചു നോക്കും എന്തായാലും സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഫോർ സെക്യൂരിറ്റി പർപ്പസ്. യെസ്, കുത്തപ്പിനാറിലെത്തി ഗൈസ്. യെസ് ഗൈസ്, സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലി നീ എൻ മിന്നും താലിപ്പൊന്നിൽ ഇന്നിൻ സ്വന്തം നീ. മനമാകെ നിറയും മഴവിൽ നീയാണേ, മധുരം തൂകും മഴയും നീയാണേ. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. ആൻറ്റി ഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പനി ഉണ്ടായിരുന്നു. അത് ആൻറ്റിബയോട്ടിക് ഡോള കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അത് കുറുമുറ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, ആൻറ്റി അവിടെ കൂളായിട്ടിരിക്കുക. അതെ, ആൻറ്റി അവിടെ ആ സോറി ആൻറ്റി, അവളെ വ്ളോഗിൽ ഇങ്ങോട്ട് എടുക്കുന്നതായിരിക്കും എല്ലാ ദിവസവും. അതെ അതെ, ഇതേ ഇപ്പം ആൻറ്റിയുടെ മോള് ഇവിടെ നിന്ന് കുറുമുറ കഴിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല അല്ലേ അല്ലേ? ആ യാ ഡിയോ എൻ്റെ തൊട്ടടുത്തുണ്ട് ആൻറ്റി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അല്ലോ എൻ്റെ അല്ല തുടക്കത്തിലുണ്ടായിരുന്നു എൻ്റെ വ്ളോഗിൽ, ഇപ്പം ഇല്ല. എല്ലാം കുറേ നാളായി കിട്ടിയിട്ട്. സാരം ചെയ്തിരിക്കുന്നത്
ഡോക്ടർ ഫനീഷ്. ആരോ മാഡം? ബസ്സിനെ
വേണ്ടി നമ്മളൊരു ദാബയിലെത്തി. ദാബയിലെ ഫുഡല്ല വിളിക്കുക, നമ്മൾ നമ്മുടെ ഏജൻസിക്കാരുണ്ടാക്കുന്ന ഫുഡ് തന്നെയാണ് കഴിക്കുന്നത്. ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ദാണ്ട എല്ലാം കോട്ടും തൊപ്പിയൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത് തന്നെ നാടി ഇതൊന്നും ഇല്ല. അവിടെ നിന്ന് ഡൽഹി നാപ്പടെ ഒരു 100 കിലോമീറ്റർ. ആ മണാലി ചെല്ലുമ്പോൾ എന്നെ ഇവിടെ സമയം രാത്രി 10:45. നമ്മളിപ്പോൾ ബാക്കി അല്ലു സംസാരിക്കുന്നതായിരിക്കും. ഹരിയാനയിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളിവിടെ എന്ത് കഴിക്കാനാണ് വന്നിരിക്കുന്നത്? ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നോക്ക് ഡിന്നർ എന്താ ഇവിടെ ഉള്ളത്? പഞ്ചാബി നമ്മൾ പക്ഷേ ഇതല്ല ഫുഡ് കഴിക്കുന്നത്. നമ്മുടെ ഏജൻസി ഉണ്ടാക്കിയ ബിരിയാണിയാണ് കഴിക്കുന്നത്. പക്ഷേ കുഴപ്പം എന്നാന്ന് വെച്ചാൽ റൈസ് നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ബാക്കി കറി ചിക്കൻ അവരുടെ കയ്യിലാണ്, പപ്പടം വേറെ കാറിലാണ്. അവരെല്ലാം ബ്ലോക്കിൽ പെട്ട് 1/4 മണിക്കൂർ മുമ്പിലാണ്, പക്ഷേ പുറകിലാണ്. എല്ലാം ബിരിയാണിയും ചിക്കനും സാലഡും കഴിച്ചില്ല. നോക്കട്ടെ.